നമ്മളിന്ന് എഞ്ചിനീയറിംഗ് മാത്സിന്റെ വളരെ ഇമ്പോർട്ടന്റ് ടോപ്പിക് ആണ്. വളരെ ഇമ്പോർട്ടന്റ് എന്ന് പറയാൻ എപ്പോഴും എക്സാമിൽ ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ കൂടെയാണ് എടുത്തിരുന്നത്. നമ്മുടെ ചാപ്റ്ററിന്റെ പേര് ലാപ്ലേസ് ട്രാൻസ്ഫോം എന്നാണ്. അവിടെ നിന്നും നമ്മുടെ ഇൻവേഴ്സിനെ കണ്ടുപിടിക്കുന്നതാണ് ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം യൂസിങ് കൺവല്യൂഷൻ തിയറം. ഇതിൽ ഒത്തിരി ക്വസ്റ്റൻസുകളുണ്ട്. നമ്മൾ അതിൽ നിന്നും ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റൻ ആണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. 1/s-1 into s-2 ഇൻവേഴ്സ് ലാപ്ലേസ് ട്രാൻസ്ഫോം ആണ് കൺവല്യൂഷൻ തിയറം വെച്ചുകൊണ്ട് ചെയ്യാൻ പോകുന്നത്. നമ്മുടെ ക്ലാസ്സുകൾ ഇങ്ങനെ ഇപ്പൊ നമ്മൾ കുറച്ച് ഷോർട്ട് വീഡിയോസ് ആയിട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്താൽ കാണാൻ പറ്റും. നിങ്ങൾക്ക് പ്രയോജനമാകുന്ന രീതിയിലുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ മാക്സിമം പ്രസന്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ ഫ്രണ്ട്സിലോട്ട് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ ചാനൽ മാക്സിമം ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. 1/s-1 into s-2. അപ്പൊ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ് 1/s-1 into s-2. ദിസ് ഈസ് ഈക്വൽ ടു നമ്മൾ അതിനെ മാറ്റുമ്പോൾ ദാറ്റ് ഈസ് L ഇൻവേഴ്സ് ഓഫ് 1/s-1 into L ഇൻവേഴ്സ് ഓഫ് 1/s-2. ഇങ്ങനെയാണ് നമുക്ക് അതിനെ സ്റ്റാർട്ട് ചെയ്യുന്നത്. നമ്മൾ കൺവല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ ഇവിടെ ഒരു സ്റ്റാർ ഇട്ടാണ് ഓപ്പറേറ്റ് ചെയ്യുന്നത് കേട്ടോ. That is L inverse of 1/s-1 star L inverse of 1/s-2. ഇതിനെ സ്പ്ലിറ്റ് ചെയ്ത് രണ്ടാക്കി. Okay, 1/s-1 L inverse of 1/s-1 means 1/s-1 ലാപ്ലേസ് ട്രാൻസ്ഫോം ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ e raised t എന്നാണ് കേട്ടോ. അതിന് ജനറൽ ആയിട്ട് 1/s-a എന്ന് കേട്ടാൽ e raised at ആണ്. അപ്പൊ ഇവിടെ a യുടെ പ്ലേസിൽ കിടക്കുന്നത് 1 ആണ്. അപ്പൊ e raised 1t എന്ന് പറഞ്ഞാൽ e raised t. അതുപോലെ 1/s-2 ലാപ്ലേസ് വരുമ്പോൾ അത് e raised 2t വരും. അപ്പൊ e raised t സ്റ്റാർ e raised ആയിരുന്നായി 2t. ഇതാ നമുക്ക് കിട്ടിയത് നെക്സ്റ്റ് സ്റ്റെപ്പ്. ഇനി ഇതിന് നമ്മൾ ഒരു കൺവല്യൂഷന്റെ മെത്തേഡ് പറയാൻ പോവാണ്. ദാറ്റ് ഈസ് f of t into g of t means star. f of t star g of t is equal to integral 0 to t, that is f of u into g of t minus u. ഇതാണ് അതിന്റെ ഫോർമുല d. ഓക്കെ, f of t star g of t എന്ന് കണ്ടാൽ ഇന്റഗ്രൽ 0 to t f of u into g of t minus u du എന്നാണ്. ഓക്കെ, അപ്പൊ ഇതാണ് നമ്മൾ കൺവല്യൂഷൻ അപ്ലൈ ചെയ്യുമ്പോൾ കിട്ടുന്ന ഫോർമുല. അപ്പൊ 0 to t f of u into ഉണ്ടല്ലോ. അപ്പൊ ഈ സ്റ്റാർ മാറി സ്റ്റാറിനെ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് വരുമ്പോൾ 0 to t f of u into g of t minus u du. അപ്പൊ ഇവിടെ നമ്മൾ എന്താ ഉദ്ദേശിക്കുന്നത്? ഈ ടി യുടെ സ്ഥാനത്ത് നേരിട്ട് യു അപ്ലൈ ചെയ്യുന്നു. രണ്ടാമത് ഈ ടി യുടെ പ്ലേസിൽ ടി മൈനസ് യു എന്ന് അപ്ലൈ ചെയ്യുന്നു. ഇന്റഗ്രൽ ഓവർ ദ ലിമിറ്റ് 0 to t. ഓക്കെ, അപ്പൊ ഇവിടെ വരുമ്പോൾ നോക്കിക്കേ, ഇവിടുത്തെ എഫ് ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് ടി ആണ്, ജി ഓഫ് ടി എന്ന് പറഞ്ഞാൽ ഇ റേസ് 2t ആണ്. അപ്പൊ നമുക്ക് ഇത് അങ്ങോട്ട് അപ്ലൈ ചെയ്യുമ്പോൾ ദാറ്റ് ക്യാൻ ബി റിട്ടൺ ആസ് ഇന്റഗ്രൽ 0 to t എഫ് ഓഫ് യു. അപ്പൊ ഈ ടി എ യു ആകുന്നു. അപ്പൊ ഈ ടി എ യു ആകുമ്പോൾ ഇ റേസ് യു ഇൻഡ്. ഓക്കെ, രണ്ടാമത്തെ ടി എ നമ്മൾ എന്താക്കുന്നത്? ടി മൈനസ് യു. അപ്പൊ ഇവിടുത്തെ ഇ റേസ് 2t ഈ ടി ഉണ്ടല്ലോ, ഈ ടി എന്നുള്ള ഈ പ്ലേസ് എന്തായിട്ട് മാറും? ടി മൈനസ് യു എന്ന് പറഞ്ഞാൽ 2 പേരാവും. ഓക്കെ, അപ്പൊ ഈ റേസ് 2 ഇട്ട ശേഷം ബ്രാക്കറ്റിൽ വേണം ടി മൈനസ് യു ഡി യു എന്ന് വരാൻ കേട്ടോ. അപ്പൊ 2 into ടി മൈനസ് യു ദാറ്റ് ഈസ് ഈക്വൽ ടു ഇന്റഗ്രൽ 0 to t ഇ റേസ് യു into e raised 2 into t minus u ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണേ. ദാറ്റ് ഈസ് e raised 2t minus 2 into u 2u du. അടുത്ത സ്റ്റെപ്പ് ആയല്ലോ. ഇവിടെ നമുക്ക് a raised to m plus n, m plus n m minus n, a raised to m plus n മതി. ദാറ്റ് ഈസ് a raised to m into a raised to n എന്നാണ്. അതിനെ സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ പഠിച്ചിട്ടുള്ളതാണ്. a raised to m plus n can be split as a raised to m into a raised to n. അപ്പൊ e raised to 2t minus 2 നെ നമുക്ക് എങ്ങനെ എഴുതാം? e raised to u into ലിമിറ്റ് ഇന്റഗ്രൽ 0 to e raised to u into e raised to 2t minus 2 നെ e raised to 2t into e raised to minus 2u du. a raised to m plus n, a raised to m into a raised to n. അപ്പൊ e raised to 2t minus 2 നെ e raised to 2t into e raised to 2u. ഇവിടെ മൈനസ് ഉള്ളതുകൊണ്ട് minus 2u. ഓക്കെ, ഇവിടെ e raised to 2t is fully constant time because integrating with respect to u. Therefore e raised to 2t എന്താണ്? കോൺസ്റ്റന്റ് ആണ്. അത് ഇങ്ങനെ പുറത്ത് വരും. That is e raised to 2t ഇങ്ങനെ പുറത്ത് വന്നാൽ ഇന്റഗ്രൽ 0 to t. ബാക്കി ആരൊക്കെ ഉണ്ട്? e raised u ഉണ്ട്, ഇവിടെ e raised to minus 2u ഉണ്ട്. ഓക്കെ, ആ രണ്ട് ടേംസ് ബാക്കിയുള്ളൂ du. ഇനി നിങ്ങൾക്ക് ഇതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. again a raised to m into a raised to n, a raised to m plus n. ഓക്കെ,
എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ ക്യാൻ ബി തിരിച്ച് എ റൈസ് ടു എം പ്ലസ് എൻ. ഇ റൈസ് യു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടു യു ഉണ്ടല്ലോ. അപ്പൊ നമുക്ക് ഇ റൈസ് ടു ടി പുറത്തുണ്ട്. ഇതിനെ എങ്ങനെ നമുക്ക് എഴുതാം? ഇ റൈസ് യു ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടു യു എന്ന് പറയുമ്പോൾ എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. ഓക്കെ, അപ്പൊ ഇ റൈസ് യു പ്ലസ് മൈനസ് ടു യു എന്ന് കിട്ടും. അതിനെ നമുക്ക് സിംപ്ലിഫൈ ചെയ്യുമ്പോൾ ഇ റൈസ് ടു ടി ഇൻറ്റു ഇന്റഗ്രൽ 0 ടു ടി ഇ റൈസ് യു പ്ലസ് മൈനസ് ടു യു. അപ്പൊ യു മൈനസ് ടു യു ദാറ്റ് ഈസ് ഇ റൈസ് ടു മൈനസ് യു. ഓക്കെ, ഇ റൈസ് ടു മൈനസ് യു ഡി ഇങ്ങനെ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, 1u മൈനസ് 2u മൈനസ് 1u കേട്ടോ. ഒരു യു നിന്നും 2u പോയാൽ മൈനസ് 1u അതാണ് അർത്ഥം. ഓക്കെ, ഇനി ഇ റൈസ് മൈനസ് യുവിനെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്യണം. ദാറ്റ് ഈസ് ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു എക്സിന് ഇന്റഗ്രൽ ഇന്റഗ്രൽ ഇ റൈസ് ടു എക്സ് ഡി എക്സ് ആരാ? ഇ റൈസ് എക്സ് ആണല്ലേ. അപ്പൊ ഇ റൈസ് മൈനസ് യുവിന് ഇന്റഗ്രൽ ഇ റൈസ് മൈനസ് യു ബൈ മൈനസ് 1 കേട്ടോ. അത് എടുക്കണം. ഇ റൈസ് മൈനസ് യുവിന്റെ ഇ റൈസ് മൈനസ് യു ബൈ മൈനസ് 1 ഓവർ ദി ലിമിറ്റ് 0 ടു യു. ഓക്കെ, 0 ടു ടി. അപ്പൊ അത്രയും നമുക്ക് ഓക്കെ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ലിമിറ്റോട് അപ്ലൈ ചെയ്താൽ ഓക്കെ ആവും. ഈ മൈനസിനെ ഇങ്ങനെ പുറത്തെടുക്കാം കേട്ടോ. നമ്മൾ അയാളെ അകത്തിട്ട് ചെയ്ത ബുദ്ധിമുട്ടാണ്. മൈനസ് ഇങ്ങനെ പുറത്തെടുക്കുമ്പോൾ മൈനസ് ഇ റൈസ് ടു ടി എന്ന് വരും. മൈനസ് അകത്തിട്ടാലും കുഴപ്പമൊന്നുമില്ല. ഇങ്ങനെയൊക്കെ വരുമ്പോൾ നമ്മൾ പുറത്തേക്ക് എടുക്കാം. ബാക്കി ഇ റൈസ് ടു മൈനസ് യു എന്നാണ്. അവിടെ ആദ്യം നമ്മൾ ഈ യുവിന്റെ പ്ലേസ് ടി കൊടുക്കണം, പിന്നെ യുവിന്റെ പ്ലേസ് 0 കൊടുക്കുമ്പോൾ ബ്രാക്കറ്റ് ഇട്ടു ഇ റൈസ് ടു മൈനസ് ടി ഉണ്ടല്ലോ. ഇ റൈസ് ടു മൈനസ് യു യു എന്നുള്ളത് ടി കൊടുത്തു. മൈനസ് 0 കൊടുക്കുമ്പോൾ ഇ റൈസ് ടു 0. ഓക്കെ, യുവിന്റെ പ്ലേസ് 0 കൊടുത്തു. ഇ റൈസ് 0 നമുക്കറിയാം 1 ആണ്. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? ഈ മൈനസ് ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി മൈനസ് 1 ഇ റൈസ് ടു റൈസ് 1 ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇ റൈസ് ടു ടി ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി. ഈ രണ്ട് മൈനസോടെ പ്ലസ് ആവും. അപ്പൊ നമുക്ക് ഇങ്ങനെ കിട്ടും മൈനസ് 2 മൈനസോടെ പ്ലസ് ആയിക്കോട്ടെ. മൈനസും ഇവിടെ കേട്ടോ. വേണമെങ്കിൽ വേണ്ട നമുക്ക് ഒരു സ്റ്റെപ്പ് ഇവിടെ കഴിഞ്ഞിട്ട് എഴുതാം. വൃത്തിയായിട്ട് നല്ലതായിട്ട് എഴുതാം. ഈ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ മൈനസ് ഇ റൈസ് ടു 2t ഇൻറ്റു ഇ റൈസ് ടു മൈനസ് ടി പ്ലസ് മൈനസും മൈനസോടെ പ്ലസ് ബാക്കി ഇ റൈസ് ടു ആരെന്ന് കിട്ടി 2t. ഓക്കെ, അപ്പൊ ഇവിടെ നമുക്ക് ഇത് പ്ലസ് ടൈം ആണ്, ഇത് മൈനസ് ടൈം ആണ്. അപ്പൊ നമുക്ക് വൃത്തിയായിട്ട് എഴുതുമ്പോൾ ആദ്യം ഞാൻ പ്ലസ് ടൈം എഴുതുകയാണ്. ഇ റൈസ് ടു 2t എഴുതി മൈനസ് ഇ റൈസ് ടു 2t ഇ റൈസ് ടു മൈനസ് ടി ഇ റൈസ് ടു 2t മൈനസ് ടി ദാറ്റ് ഈസ് ഇ റൈസ് ടു ടി. ഓക്കെ, 2t മൈനസ് ടി കേട്ടോ. എ റൈസ് എം ഇൻറ്റു എ റൈസ് എ റൈസ് എം പ്ലസ് എൻ 2t പ്ലസ് മൈനസ് ടി 2t മൈനസ് ടി ടി. അപ്പൊ ആൻസർ കിട്ടുന്നത് ഇ റൈസ് ടു ടി മൈനസ് ഇ റൈസ് ടി എന്നാണ് ആൻസർ. കുഴപ്പമില്ലല്ലോ. ഇത്തിരി ബുദ്ധിമുട്ട് ഉണ്ടെന്ന് തോന്നുന്നില്ലേ? ഓക്കെ, എന്തായാലും നിങ്ങൾ സിമ്പിൾ ആയിട്ട് ചെയ്ത് പഠിക്കണം. നല്ല ഫാസ്റ്റ് ആയെങ്കിൽ എക്സാമിന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അടിപൊളിയായിട്ട് പഠിക്കണം. നിങ്ങൾ ആർക്കെങ്കിലും ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. തന്നുള്ള നമ്പർ നിങ്ങൾക്ക് കോൺടാക്ട് ചെയ്യാം. ഗുഡ് ബൈ.